അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ഭക്തർ നൽകിയ സംഭാവനകളിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണങ്ങൾക്കിടെ രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. കേസിലെ എഫ്ഐആർ പേരുള്ള 8 പ്രതികളെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ സഹായിയും ഡ്രൈവറുമായ രാമശങ്കർ യാദവ്, പണമെണ്ണുന്ന വിഭാഗത്തിന്റെ തലവനായ അനുകൽപ് മിശ്ര, കണക്കുകൾ നോക്കാൻ ചുമതലയുണ്ടായിരുന്ന വിരമിച്ച ബാങ്ക് ജീവനക്കാരൻ സുഭാഷ് ശ്രീവാസ്തവ എന്നിവരാണ് അറസ്റ്റിലായ പ്രമുഖർ. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത്, വലിയ ആരോപണങ്ങൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിക്കെതിരെ നേരത്തെ മുതൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായി അടക്കം അറസ്റ്റിലായിട്ടുമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ രാജിയും ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും ഈ ചമ്പത് റായ് എന്നുള്ളത് അയോധ്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട്, അയോധ്യ ക്ഷേത്രത്തിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘപരിവാർ സംഘടനയുടെ ഉപാധ്യക്ഷനാണ്. ഈ ചമ്പത് റായ് തന്നെ ഇത്തരം ഒരു ആരോപണത്തിൽ പെട്ടു, ഒരു വിവാദത്തിൽപ്പെട്ടു എന്നുള്ളത് ചില്ലറ പ്രശ്നമല്ല. BJPക്കും ഒപ്പം ഹൈന്ദവ സംഘടനകൾക്കും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ഭക്തർ നൽകിയ പണത്തിൽ കോടികൾ തട്ടിയെടുത്ത സംഭവത്തിൽ ചമ്പത് റായ് പ്രതിയാണ് എന്നുള്ളത് ദശലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂടെ ബാധിക്കുന്ന ഒരു സംഗതിയായി അവിടെ വല്ലാതെ മാറുകയാണ്. UP സർക്കാരിന് ഇനി ചമ്പത് റായെ അറസ്റ്റ് ചെയ്യുക എന്നതല്ലാതെ മറ്റ് മാർഗമില്ലാതായിരിക്കുന്നു. സർക്കാരിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ചമ്പത് റായ്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ അയോധ്യ ക്ഷേത്രത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിരുന്ന, നമ്മൾ ഈ പറഞ്ഞാൽ ഒരു ഇല ഇനങ്ങളെങ്കിൽ പോലും, ക്ഷേത്രത്തിൽ ഒരു ഇല ഇനങ്ങളെങ്കിൽ പോലും ചമ്പത് റായിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് വേണമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജിവെച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സഹായികളായ 3 പേർ ഇതിനകം അറസ്റ്റിലായ ഒരു പശ്ചാത്തലമുണ്ട്. ഡ്രൈവർ ഒളിവിലാണ്. ഡ്രൈവറെ അടക്കം ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ രാമക്ഷേത്ര പ്രക്ഷോഭത്തിന് മുൻനിരയിലുണ്ടായിരുന്ന ആൾ കൂടി ഈ വിഷയത്തിൽ പെടുന്നു എന്നുള്ളത് ചില്ലറ പ്രശ്നമല്ല സംഭവിക്കുന്നത്. ഈ നേരത്തെ ക്ഷേത്ര ജീവനക്കാരൻ ലവകുശ് മിശ്ര, അനുകൽപ് എന്നിവർ അറസ്റ്റിലായിരുന്നു. ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 10 ലക്ഷം രൂപ കണ്ടെടുത്ത ഒരു പശ്ചാത്തലമുണ്ട്. അത് ക്ഷേത്രത്തിലെ പണമാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ സാഹചര്യം പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവർ നേരത്തെ ക്ഷേത്ര ഭണ്ഡാരത്തിൽ പണം എണ്ണാൻ ചുമതല ഉണ്ടായിരുന്ന ജീവനക്കാരിൽ ചിലരാണ്. അത്തരത്തിലുള്ള നിരവധി ജീവനക്കാർക്ക് നേരെയും അന്വേഷണ സംഘം തങ്ങളുടെ റഡാർ വിരിച്ചിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് മാത്രമല്ല, പണം എണ്ണുന്നതിനിടയിൽ മോഷണം നടത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം നേരത്തെ അന്വേഷണ സംഘം ശേഖരിച്ച ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ടിനു യാദവ് എന്ന ചമ്പത് റായിയുടെ വിശ്വസ്തനും ഡ്രൈവറുമായ ആൾ ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിച്ചു, ഈ പണം കൊണ്ടുപോകുന്നതിലടക്കം പ്രധാന പങ്കാളിത്തം വഹിച്ചു എന്ന വിലയിരുത്തലിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തിയ സാഹചര്യമുണ്ട്. ഇയാൾ ഒളിവിലാണ്. ക്ഷേത്ര ജീവനക്കാരായ അവിനാശ് ശുക്ല, മനീഷ് യാദവ് ഇവരൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്ന ആളുകളാണ്. ഇവരൊക്കെ ഒളിവിലാണ്. ഇവരും പ്രതിപട്ടികയിൽ ഇപ്പോൾ പ്രത്യേക സംഘം ചേർത്ത സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും SITയുടെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ മേഖലകളിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന് UP സർക്കാർ ഇതിനകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ചമ്പത് റായ് കൂടി പ്രധാനപ്പെട്ട കാർമ്മികത്വം വഹിക്കുന്ന ട്രസ്റ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ട് പോലും ഇതുവരെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കണക്കുകൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വലിയ അന്വേഷണം, വ്യാപകമായ അന്വേഷണം ഈ വിഷയത്തിൽ ആരംഭിച്ച ഒരു സാഹചര്യം നിർണായകമാണ്. അത് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്തർക്കുണ്ടാകുന്ന വിശ്വാസത്തിന്മേലുണ്ടാകുന്ന വലിയൊരു പ്രശ്നം കൂടിയാണ്. പുതിയ ട്രസ്റ്റ് അടക്കം രൂപീകരിക്കുക എന്ന നിലയിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ആര് നേതൃത്വം നൽകും? ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആര് കാർമ്മികത്വം വഹിക്കും എന്നുള്ള നിരവധിയായ പ്രശ്നങ്ങൾ കൂടി അഭിമുഖീകരിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും UPയിലെ BJP സർക്കാർ. തീർച്ചയായും അതാണ് രഞ്ജിത്ത് രാമചന്ദ്രൻ സൂചിപ്പിച്ചത്. ഒരു വിശ്വാസി സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്ന കേസാണ്. നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടന്നത് എന്താണോ അതിനപ്പുറം വലിയൊരു ക്രമക്കേട്, തട്ടിപ്പ് ഈ ഭക്തർ നൽകിയ സംഭാവനകളിൽ ഉണ്ടായിട്ടുണ്ട്. കോടികളുടെ തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. 8 പേർ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇനി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ച പശ്ചാത്തലത്തിൽ ഇനി അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമോ, അറസ്റ്റിലേക്ക് നീങ്ങുമോ, അതാണ് അറിയേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.